സിനിമ ലീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ കഥകൾ കാണുവാനും കേൾക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യുക. വാർ 2-ൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലറിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആരാണ് കബീർ എന്നറിയണം, ടൈഗർ ആരാണെന്നറിയണം, പട്ടാൻ ആരാണെന്നറിയണം. ഇവരെല്ലാവരും ഉൾപ്പെട്ട സ്പൈ യൂണിവേഴ്സ് എന്താണെന്നറിയണം. സ്പൈ യൂണിവേഴ്സിലെ ആദ്യ സിനിമയായിരുന്നു ഏക് ദ ടൈഗർ. ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പോകുന്ന ടൈഗർ സോയ എന്ന പാകിസ്ഥാനി ഏജൻറ്റിനെ കാണുകയും അവർ തമ്മിലുണ്ടാകുന്ന പ്രണയവുമാണ് ഒന്നാമത്തെ ഭാഗം. പക്ഷേ ലവ് സ്റ്റോറി മാത്രമല്ല കേട്ടോ, അടിപൊളി സാധനങ്ങളാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ. ജോലിയൊക്കെ ഉപേക്ഷിച്ച് രണ്ടുപേരും നാട് വിടുമ്പോൾ കഥ അവസാനിക്കും. ഈ യൂണിവേഴ്സിലെ രണ്ടാമത്തെ സിനിമയാണ് ടൈഗർ സിന്ദാ ഹൈ. എല്ലാം ഉപേക്ഷിച്ച് ഒളിച്ചു താമസിക്കുന്ന നായകനടുത്തോട്ട് വീണ്ടും ഇന്ത്യൻ റോ ഏജൻസി പോവുകയും ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് ഈ സിനിമ. സ്പൈ യൂണിവേഴ്സിലെ അടുത്ത സിനിമയാണ് വാർ. ഹൃതിക് റോഷനും ടൈഗർ ഷെറോഫുമാണ് മെയിൻ കഥാപാത്രമായി ഇതിലെത്തിയിരിക്കുന്നത്. ഇവരുമായിട്ടുള്ള ഫ്ലാഷ് ബാക്ക് എന്തായാലും വാർ 2-ൽ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ യൂണിവേഴ്സിലോട്ട് കടന്നു വന്ന അടുത്ത സിനിമയാണ് പട്ടാൻ. ജോൺ എബ്രഹാമാണ് ഷാറൂഖ് ഖാൻ്റെ വില്ലനായിട്ട് ഈ സിനിമയിൽ വന്നത്. അടുത്ത സിനിമ ടൈഗർ 3. ഇവരുടെ യൂണിവേഴ്സിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് ഞാൻ പറയുന്നത് ടൈഗർ 3 ആണ്. ഈ സിനിമയ്ക്കകത്ത് പട്ടാനും ഒരു ഗസ്റ്റ് റോളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വാർ 2-ലെ ട്രെയിലറിലോട്ട് പോകാം. ഈ ഒരു സീനിലെ ഫൈറ്റ് സീക്വൻസ് നടക്കുന്നത് ഒരു ഷാവ്ലിംഗ് ടെമ്പിളിൻ്റെ അകത്ത് വെച്ചാണ്. ട്രെയിലറിന് മുന്നേ ഇറങ്ങിയ ടീസറിൽ വ്യക്തമായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സീനിൽ നോക്കിക്കഴിഞ്ഞാൽ മാസല്ല, ഇത് ശരിക്കും പെട്ടുപോകുന്നതാണ്. ഈ റെഡ് ലൈറ്റും പുകയും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കാര്യം മനസ്സിലാകും. അടുത്തതായി നമ്മുടെ ജൂനിയർ NTRനെ കാണിക്കുകയാണ്. നല്ല രീതിയിൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് വരുന്നത് നായകൻ്റെ പഴയ കാലത്തെ ഒരു ഫ്ലാഷ് ബാക്ക് പ്രണയകഥയാണ്. പക്ഷേ ഒരു സമയത്ത് നായിക നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പിക്ചർ കാണുമ്പോൾ ശരിക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണും. ഇന്ത്യൻ സ്കൈ ഫോഴ്സിലാണ് പുള്ളിക്കാർ ജോലി ചെയ്യുന്നത്. ഇന്ത്യൻ ഫ്ലാഗും ഉണ്ട്. ഇതിൽ ഹൃതിക് റോഷൻ്റെ കഥാപാത്രം ഈ ഒരു കഥാപാത്രത്തെ കെട്ടിയിടുന്നുണ്ട്. ഇദ്ദേഹം ആരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാറിൻ്റെ 1-ാം ഭാഗം കാണണം. ഒരു പക്ഷേ ഇത് ഇദ്ദേഹത്തിൻ്റെ മകളായിരിക്കും. എന്തിനാണ് അയാളെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നതെന്ന് നിങ്ങൾക്ക് വാറ് കാണുമ്പോൾ മനസ്സിലാവും. കാര്യങ്ങൾ അറിയാതായിരിക്കും പുള്ളിക്കാരി ഫൈറ്റ് ചെയ്യുന്നത്. കബീറിനെ നോക്കാനായിട്ട് ജൂനിയർ NTRനെ ഇവരിൽ ആരെങ്കിലും അയച്ചതായിരിക്കാം. ജൂനിയർ NTR ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല ഫൈറ്റ് സീക്വൻസൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സീക്വൻസിലോട്ട് വരുന്ന സമയത്ത് ഹൃതിക് റോഷൻ്റെ സൈഡിലായാലും ജൂനിയർ NTRൻ്റെ സൈഡിലായാലും ഫുള്ള് റെഡാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നുമുണ്ട്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും പരിക്ക് പറ്റുന്നില്ല. ഇതിന് മുന്നേ ഇറങ്ങിയ ടീസറിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇവരുടെ കൂടെ ഉള്ളവർക്കാണ് ശരിക്കും പരിക്ക് പറ്റുന്നത്. ലോജിക്കൊന്നും തൽക്കാലം ചിന്തിക്കേണ്ട. പിന്നെ ഈ ഒരു സീനിലോട്ട് വരുമ്പോൾ പഴയ കാലങ്ങൾ ഓർക്കാനായിട്ടുള്ള സാധ്യതയാണ്. പിന്നെ മുഴുവനും ഈ ടീസറിൽ ചേസിങ് സീനാണുള്ളത്. ഇവർ തമ്മിലുള്ള ഈ വെടിവെപ്പ് ഇതുവരെയും തീർന്നിട്ടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പരസ്പരം വെടിവെച്ച് കളിക്കുക. ഈ ഒരു സീനിലോട്ട് വരുമ്പോൾ ജൂനിയർ NTRൻ്റെയും ഹൃതിക് റോഷൻ്റെയും പിറകു സൈഡ് മുഴുവനും മഞ്ഞാണ്. ക്ലൈമാക്സ് ഫൈറ്റ് ആവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ഈ ഒരു ഫൈറ്റ് സീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചാടി ഓടി വരുന്നത് നമ്മുടെ സ്വന്തം ഹൃതിക് റോഷനല്ലേ. അപ്പോൾ ഇവിടെയും ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാവും. കാരണം മുൻപത്തെ സീനിൽ ജൂനിയർ NTR ഇതേ സ്ഥലത്ത് ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. പിന്നെ ഇപ്പോൾ ടീസർ എടുത്താലും ട്രെയിലർ എടുത്താലും ഈ ഒരു സീന് വേണ്ടായിരുന്നു. സിനിമയ്ക്കകത്ത് കാണിച്ചാൽ മതിയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ഷാവ്ലിംഗ് ടെമ്പിളിൻ്റെ അകത്തുള്ള ഫൈറ്റാണ്. വീണ്ടും ഒരു കാര്യം പറയുകയാണെങ്കിൽ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ഈ കാറിൻ്റെ സീനൊക്കെ ഇത്രയൊക്കെ വേണമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. അവസാനം പറയുന്നുണ്ട് രണ്ടുപേരും സോൾജേഴ്സാണ്, രണ്ടുപേരും ഇന്ത്യൻസാണ്. പിന്നെ എന്തിനാണ് ഇവർ ഈ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത്? സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം. ബ്രഹ്മാണ്ഡ സിനിമകളിലൊന്നായ ബ്രഹ്മാസ്ത്രയൊക്കെ സംവിധാനം ചെയ്ത അയൻ മുഖർജിയാണ് ഈ സിനിമയും സംവിധാനം ചെയ്തേക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും ഈ സിനിമയ്ക്കകത്ത് ഏതെങ്കിലും ഒരു ഗസ്റ്റ് റോൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പട്ടാനാവാം, ചിലപ്പോൾ ടൈഗർ ആവാം, ചിലപ്പോൾ ഇവർ ആരും ആയിരിക്കത്തില്ല. ആൽഫയിലുള്ള ആലിയ ഭട്ടിൻ്റെ കഥാപാത്രമായിരിക്കാം, ചിലപ്പോൾ ബോബി ഡിയോളിൻ്റെ കഥാപാത്രവും ആയിരിക്കാം.